ദിവസം ഇവിടുത്തെ പ്രത്യേകത ശൈലേന്ദ്ര ഹോമത്തിനാണ്. ശൈലേന്ദ്ര ഹോമം എന്ന് പറഞ്ഞാൽ 5 ഹോമങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്ന ആ ക്രിയയാണ് ശൈലേന്ദ്രം. ശൈലേന്ദ്ര ഹോമത്തിൽ ഗണപതി ഹോമം മുതൽ തുടങ്ങി ദേവിയുടെ പൂർണ്ണകായിക കർമ്മയോഗങ്ങൾ ചെയ്ത് തീർക്കുന്നതിനെയാണ് ശൈലേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗണപതി പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ മഹാവിഷ്ണുവിൻ്റെ സുദർശന മന്ത്രം, മഹാദേവന്റെ 3 ഭാവങ്ങളിലുള്ള മന്ത്രങ്ങൾ, അതിൽ മൃത്യുഞ്ജയവും അഘോരവും കാലഭൈരവും. പ്രശ്നം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പൂജ നടത്തിയത് കൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് തീരില്ല. നമുക്ക് പ്രശ്നങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്. അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും? വർഷത്തിലും മാസങ്ങളിലൊക്കെ നടക്കുന്ന പൂജകളിലൊക്കെ പങ്കെടുത്ത് അതിലെ ഒരു ഭാഗമായി തീരുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.